എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും എന്തെടുക്കുന്നു? മഴയൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ ഇവിടെ ആണെങ്കിൽ കാറ്റ് വീശുന്നുണ്ട്, മഴ പെയ്യാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ അകത്തുനിന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ കറണ്ട് പോയി. അപ്പോൾ ഞാൻ വേഗം ട്രൈപോഡായിട്ട് പുറത്തേക്ക് പോയി. അപ്പോഴേക്കും നമ്മുടെ കറണ്ട് വന്നു. പിന്നെ ഞാൻ ഓടി വന്ന് പിന്നെയും അകത്തുനിന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അടുത്ത കറണ്ട് പോകുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കണ്ടന്റോ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് എൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു പെറ്റ്സ് ലവറാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ വീട്ടിൽ പൂച്ചകളെ വളർത്തും. ഇപ്പോൾ ഞങ്ങൾ ഇത്ര നാൾ ഓരോ വാടക വീട്ടിലൊക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ എനിക്ക് ഓരോരോ പൂച്ചകളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിലൊരു പട്ടിക്കുട്ടി ഉണ്ടായി. ഞാനും ഫ്രണ്ട്സും കൂടി അതിനെ ടുട്ടു എന്നൊക്കെ പേരിട്ട് വിളിക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് എനിക്ക് പട്ടികളോടുള്ള ക്രേസ് കാരണം അതിനെ പിടിക്കാനായിട്ട് സ്പെഷ്യൽ ക്ലാസ് ഉള്ളതെന്ന് ചാക്കൊക്കെ ആയിട്ട് പോയാൽ അതിനെ പിടിച്ചോണ്ട് വരാൻ വേണ്ടി ഇൻ്റർവെല്ലായപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതിനെ തൊട്ടു കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ അത് മര്യാദക്ക് നിന്നു. പിന്നീട് അതിന് കളിക്കാൻ വേണ്ടി അതുങ്ങളുടെ പുറകെ ഓടുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. അപ്പോൾ സ്പെഷ്യൽ ക്ലാസ്സിന് കഴിഞ്ഞായതുകൊണ്ട് ഇൻ്റർവെല്ലിൽ മറ്റേ വാഷ്റൂമിൽ പോകാൻ വേണ്ടി ഇറങ്ങിയാട്ടോ. അപ്പോഴാണ് ഈ പട്ടീനെ കാണുന്നതും പട്ടി ഞങ്ങളെ ഓടിച്ചിരുന്നത്. അപ്പം ഞങ്ങളുടെ ക്ലാസ് ടീച്ചറും ഫ്രണ്ട്സൊക്കെ ബാക്കി കുട്ടികളൊക്കെ അത് കണ്ടു. അവർ ഞങ്ങളെ കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്തിട്ടോ. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ക്ലാസ് ഇട്ട് വരുമ്പോൾ ഒരു വീട്ടിലൊരു പട്ടിക്കുട്ടിനെ ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം അതിനെ വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായി. അങ്ങനെ അതിനെ ചോദിച്ചപ്പോൾ അവർ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് എൻ്റെ പൊന്നോ മക്കളെ അതിൻ്റെ തനി സ്വഭാവം അറിയണം. കുഞ്ഞു പട്ടിയാണെങ്കിലും ഭയങ്കര എനിക്കാണെങ്കിൽ പേടിയാവാൻ തുടങ്ങിയിട്ടോ. അപ്പോഴേക്കും എൻ്റെ ഒരു കൂട്ടുകാരിക്ക് അതിനെ വേണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിനെ അവൾക്ക് കൊടുത്തു. 10th പഠിക്കാൻ നേരം ഇതുപോലെ തന്നെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു കുഞ്ഞു പൂച്ചക്കുഞ്ഞ്, അതായത് കണ്ണ് പോലും പൊട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനത്തെ ഒരു പൂച്ചക്കുഞ്ഞിനെ എനിക്ക് കിട്ടി. കണ്ണ് പൊട്ടിയതാണെന്ന് കണ്ണ് പൊട്ടി 2 ദിവസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ തോന്നുന്നു കേട്ടോ. അങ്ങനെ ഒരു വെള്ളയും കറുപ്പും മഞ്ഞയായിട്ടുള്ളൊരു നല്ല ക്യൂട്ടായിട്ടുള്ള പൂച്ചക്കുഞ്ഞിനെ എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ അതിനെ കൊണ്ടുവന്ന് അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, അതാണെങ്കിൽ പേടിച്ച് ഇതായിട്ട് ഫുഡൊന്നും കഴിക്കാനൊന്നും ആയിട്ടില്ല. അപ്പം ഞാൻ നമ്മുടെ ഫില്ലറില്ലേ അതിനകത്താണ് പാലും ഇതൊക്കെ ആയിട്ട് അങ്ങനെ കൊടുത്തു. അപ്പം ഞാൻ പിറ്റേ ദിവസം ക്ലാസ്സിൽ പോകുമ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് പോയത്. അത് സർവൈവ് ആകുമോ നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ പിന്നെ വന്ന് നോക്കിയപ്പോഴാണെങ്കിൽ ആൾ നല്ല ആക്റ്റീവായിട്ട് ഓടിച്ചാടിയൊക്കെ നടക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെ ഞാൻ അതിനെ വളർത്തി നല്ല അത്യാവശ്യം നല്ല രീതിക്ക് നല്ല ബുദ്ധിയുള്ള പൂച്ചയായിരുന്നു കേട്ടോ. എന്താ പറയുക, ഞങ്ങൾ താമസിക്കുമ്പോൾ ഞങ്ങൾ വാതിലൊക്കെ അടച്ച് അവൾ പുറത്തേക്ക് പോകുമ്പോൾ വാതിലൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ പൊക്കത്ത് 2 വീടായിരുന്നു. 2 വീടിൻ്റെ മേൽക്കൂര, അപ്പുറത്തെ ഒരു വേറെ വീട്, ഇപ്പുറത്തെ ഒരു വേറെ വീട്, അങ്ങനെ ഒരു ഓണറുടെ വീട് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവൾ പൊക്കത്തൂടി വന്നിട്ട് ഞങ്ങളെ വിളിക്കും. എന്നിട്ട് എന്താ വാതിൽ ഉറക്കാനായിട്ട് പറയും. അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിയായിരുന്നു കേട്ടോ. മിന്നമ്മ എന്നാണ് പേര്. ഞാൻ അവളെ മിന്നമ്മ എന്നാണ് വിളിച്ചോണ്ടെന്ന് വെച്ചത്. ഒരു +2 പഠിക്കുന്ന ആ ഒരു ടൈം വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവൾ പ്രസവിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്ത് ചെയ്യുന്നത്, അമ്മ അച്ഛനോട് പറഞ്ഞു അവളെ കൊണ്ടേ കളയാൻ പറഞ്ഞു. കാരണം അവള് പിന്നെ പ്രസവിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാം മൂത്രമൊഴിക്കലും എല്ലാം അകത്ത് നിന്നായി, എല്ലാം പുറത്തേക്ക് പോയിട്ട് ചെയ്യാനായിട്ട് അവൾക്ക് മടിയായി. അങ്ങനെ അമ്മ പറഞ്ഞു അവളെ കൊണ്ടേ കളയാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ കൊണ്ടേ കളഞ്ഞു, ഒരു മാർക്കറ്റിൻ്റെ അവിടെയായിട്ട് കൊണ്ടേ കളഞ്ഞു. എന്നിട്ട് എൻ്റെ അച്ഛനോട് വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് സ്ഥലം പറഞ്ഞു. അച്ഛനറിയില്ലല്ലോ ഞാൻ പോയി നോക്കൂന്നുള്ളത്, അച്ഛനറിയില്ല. പിന്നെ ഞാൻ അവിടെ ചെന്ന് ആ ഇറച്ചിവെട്ടയുടെ മീൻകടയുടെ ഫ്രണ്ടിലെന്തോ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു പൂച്ചേനെ കാണാറുണ്ട്, കുഞ്ഞുങ്ങളെ കടിച്ചുകൊണ്ട് പോണത് കാണാറുണ്ടെന്നത്. അങ്ങനെ ഞാൻ കുറേ വിഷമിച്ചു. അങ്ങനെ അച്ഛനും അമ്മേനെയും കുറേ ചീത്തയൊക്കെ പറഞ്ഞു. ആകെ വല്ലാതെ. പിന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കാൻ നേരത്ത് ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കാൻ നേരത്ത് ഒരു പട്ടിക്കുഞ്ഞിനെ വാങ്ങിച്ചായിരുന്നു. അത് വാങ്ങിച്ചല്ല കേട്ടോ. ഞാൻ തൃപ്പൂണിത്തുറയിൽ താമസിക്കാൻ നേരത്ത് തൃപ്പൂണിത്തുറ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന പട്ടിക്കുഞ്ഞാണ്. ആ പട്ടിയാണെങ്കിൽ ഞങ്ങൾ എന്താ പറയുക, പിന്നെ ഞാൻ എൻ്റെ
ഞങ്ങൾ അവിടെ താമസം മാറി അമ്മാവിൻ്റെ വീട്ടിലേക്ക് അവിടെ വന്നായിരുന്നു. അപ്പോൾ ഈ പട്ടി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടു റോഡിൽ പോയിരിക്കും. എന്നിട്ട് സ്കൂളിൽ പോണ പിള്ളേരുടെ പാവാടയിലൊക്കെ പിടിച്ച് കടിക്കും. പിന്നെ മുസ്ലിംസൊക്കെ ഉള്ള അവരെയൊക്കെ ഓടിച്ചിട്ട് കടിക്കും. അവർക്കൊക്കെ ഹറാമാണല്ലോ ഇത്, പട്ടി എന്ന് വെച്ചാൽ ഹറാമല്ലേ. അങ്ങനെ എല്ലാവരും വന്ന് എൻ്റെ അച്ഛനെ ചീത്ത കൊടുക്കുക. അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി അതിനെ കെട്ടിയിട്ടാലും കൂട്ടിലിട്ടാലും അത് പൊട്ടിച്ച് ഓടിപ്പോയിട്ട് ഓരോ കുരുത്തക്കേട് കാണിക്കും. അങ്ങനെ അത് ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് നിന്ന് എപ്പോഴും ഓരോ സ്ഥലത്തേക്ക് പോയിട്ട് ഓരോന്നും ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ആൾക്കാർ വന്നിട്ട് എൻ്റെ അച്ഛനോട് പരാതി വരുന്നു, എന്ത് കഷ്ടവും ഈ പട്ടീനെ കൊണ്ട് ഭയങ്കര ശല്യവും, അതിനെ എവിടെയെങ്കിലും കൊണ്ട് കളാന്നൊക്കെ പറഞ്ഞു. അവസാനം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് അതിനെ കൊണ്ടേ കളയാം, ഓക്കെ എന്ന് പറഞ്ഞു. അതിനെയും കൊണ്ട് നടന്ന് കുറേ സ്ഥലം എത്തിയിട്ടോ. എന്നിട്ട് ഒരു കാടിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും അതിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അത് ഞങ്ങളുടെ പുറകെ ഓടി വരും. എൻ്റെ പുറകെ ഓടി വരാണ്, എൻ്റെ അച്ഛൻ്റെ പുറകെ ഓടി വരാണ്. ഞങ്ങൾ ഇങ്ങനെ കളയുന്നുള്ളത് ആകെ ഒരിത്, വടിയെടുത്ത് ഓടിച്ചിട്ടും പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. ഇപ്പം നിങ്ങൾ കാണുന്ന പെറ്റ്സ് ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊക്കെ ചൂടാവും. എന്താണ് അതിനെ കൊണ്ട് കളഞ്ഞിട്ടൊക്കെ പറഞ്ഞ് വഴിയിൽ ഉപേക്ഷിച്ചെന്നൊക്കെ പറഞ്ഞ് എന്നോട് ചൂടാവും. അതെനിക്കറിയാം. പക്ഷെ എൻ്റെ അച്ഛൻ എൻ്റെ വീട്ടിൽ സമ്മതിക്കുന്നുണ്ടായില്ല. പിന്നെ ഞങ്ങൾ വാടക വീട്ടിൽ നിന്നപ്പോൾ അവിടുത്തെ ഓണറാണ് പട്ടീനെ വളർത്താൻ പറ്റില്ല, ഇവിടെ പട്ടീനെ വളർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിധത്തിന് കളഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് പട്ടീനൊന്നും ഉണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ചേട്ടനായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം ചേട്ടനൊരു പട്ടീനെ വാങ്ങി തന്നു. ഒരു വെള്ളയമേൽ ഇവിടെ നെറ്റിയുടെ കറുപ്പായിട്ട് അങ്ങനെ വെള്ളയും കറുപ്പായിട്ടുള്ളൊരു പട്ടീനെ വാങ്ങിച്ചു. ഞാൻ എന്നെ തക്കുടു എന്നൊക്കെ പേരിട്ട് അങ്ങനെ വിളിച്ച് നല്ല ഇതായിട്ട് വളർത്തിക്കൊണ്ടിരുന്നതാണ്. നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ. അവളുടെ കളിയും ഇതൊക്കെ കണ്ടിരിക്കാനൊക്കെ നല്ല രസമായിരുന്നു. എൻ്റെ അമ്മക്കും ഇഷ്ടമൊക്കെ ആയിരുന്നു. കുറച്ച് നാൾ ജീവിച്ചു കേട്ടോ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഗൈസ് എന്താ പറയുക, ആ പട്ടി ഫ്രിഡ്ജിൻ്റെ വയറിൽ കടിച്ചു ഷോക്കടിച്ച് ചത്തുപോയി. പക്ഷെ അതിനു മുമ്പും ഒരു പട്ടി ഉണ്ടായിരുന്നു. ഒരു അസുഖവും ഇല്ലാതിരുന്ന പട്ടിയാണ്. പെട്ടെന്ന് പിറ്റേ ഒരു ദിവസമായപ്പോഴേക്കും ചത്തുപോയി. ഇതിൽ എവിടെയാണോ എന്താണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇത് അന്ധവിശ്വാസമായിരിക്കും. ഞങ്ങളുടെ അവിടെ ഒരു ഇലക്ട്രീഷ്യൻ ചേട്ടൻ വരും. അപ്പം ഞങ്ങളുടെ കറണ്ടൊക്കെ പോകുമ്പോഴും എന്തെങ്കിലും ഇതൊക്കെ വരുമ്പോൾ ആ ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ മറ്റേ പട്ടി മരിച്ചപ്പോൾ ഈ ചേട്ടൻ വന്നായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം മരിച്ചു, പട്ടി ചത്തു. അത് കഴിഞ്ഞ് ഈ തക്കുടു മരിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം ചേട്ടൻ വന്നാലും പട്ടീനെ കളിപ്പിക്കുകയും ചെയ്തു. എനിവേ ഇത് എവിടെയാണോന്ന് എനിക്കറിയാൻ പാടില്ല, അന്ധവിശ്വാസമാണെന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാനിപ്പോഴും വിചാരിക്കുന്നത് ആ ചേട്ടന് എന്തെങ്കിലുമൊക്കെ ദോഷം അങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് ഇപ്പോഴും കരുതുന്നത്. അത് തന്നെ ആ തക്കുടി ചത്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടമായി, ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നു. അപ്പം അതിൽ എനിക്ക് റിക്കവർ ചെയ്യാനായിട്ട് വേറൊരു പെറ്റ്സിനെ വാങ്ങിയല്ലാതെ വേറെ വഴി എനിക്കുണ്ടായില്ല. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അവളുടെ വീട്ടിലൊരു പൂച്ചക്കുഞ്ഞുണ്ട് വേണമെന്ന് ചോദിച്ചു. ഒരു വെള്ളയും മഞ്ഞയും എൻ്റെ നേരത്തെ മിന്നമ്മനെ പോലെ തന്നെ അങ്ങനത്തെ ഒരു പൂച്ച. അപ്പോൾ വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ വേണമെന്ന് പറഞ്ഞു. അവളെ കൊണ്ടുവന്നു. അവൾക്ക് ഞാൻ മിന്നമ്മന്ന് തന്നെ പേരിട്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ക്യാറ്റ്സൊക്കെ ഇത്രയും സ്നേഹമുള്ളവണെന്ന് എനിക്ക് മനസ്സിലായത് അവൾ വന്നേ പിന്നെയാണ്. ഇപ്പോൾ എന്താ പറയുക, അവൾ എവിടെ പോയാലും പുറത്ത് പോയിട്ട് എപ്പോൾ വന്നാലും ഉടനെ ഞാൻ കിടക്കുകയാണെങ്കിൽ എൻ്റെ വയറ്റത്ത് വന്ന് ചാടി വന്ന് എൻ്റെ വയറ്റത്ത് വന്നിരിക്കും. ഉമ്മ ചോദിക്കുമ്പോൾ ഉമ്മ തരും. അങ്ങനെയൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. നല്ല സ്നേഹത്തിൽ കഴിഞ്ഞ അങ്ങനത്തെ ഒരു പൂച്ചയാണ്. സ്നേഹം എന്താണെന്ന് പൂച്ചകൾക്ക് സ്നേഹമുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചു തന്നതും ഞാൻ മനസ്സിലാക്കി തന്നത് അവൾ വന്നപ്പോഴാട്ടോ. വിയർക്കുന്നുണ്ട് കൈ സമയത്ത് ഫാനിലാ തോന്നുന്നു. അപ്പോൾ അവൾ വന്നപ്പോഴാണ് എനിക്ക് പൂച്ചകളെ സ്നേഹിക്കുന്നത്. അതിനു മുമ്പ് വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന പട്ടികൾ മാത്രമേ നമ്മളെ സ്നേഹിക്കുള്ളൂ, പൂച്ചകൾ അവരുടെ കാര്യം നോക്കി പോകും. അങ്ങനത്തെ പൂച്ചകളും ഉണ്ട് കേട്ടോ. ഞാനങ്ങനെ വളർത്തിയതിൽ അങ്ങനത്തെ പൂച്ചകളുണ്ട്, ഇവളെ പോലെയുള്ള പൂച്ചകളുണ്ട്. പക്ഷേ ഇവള് കുറച്ച് നാൾ ഇത്തിരി ആയപ്പോൾ വളർച്ചയൊന്നും അധികം ഉണ്ടായില്ല. കാരണം ഞാൻ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കണുണ്ടാകുന്നു. ആളെപ്പോഴും കുഞ്ഞായിട്ടാണ് ഇരുന്നുകൊണ്ടെന്ന് വെച്ചത്. അപ്പോൾ കുറച്ച് നാളായിരുന്നപ്പോൾ ഇവള് പ്രഗ്നൻ്റായി. എന്താ പറയുക, എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കുഞ്ഞു വയറൊക്കെ ആയിരുന്നു. പ്രഗ്നൻ്റായി ഒരു ദിവസം ഇവിടെ
ബാക്കിൽ ചോരയൊക്കെ ആയിട്ട് ഇവള് ഭയങ്കര ഭൂമിയായിട്ട് പേടിച്ച് പറിച്ച് വന്നു. ഞാൻ നോക്കിയപ്പോൾ ബാക്കിലൊക്കെ കുറേ ചോരയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു പ്രസവിക്കാനായിട്ട് വിചാരിച്ചു. ഞാൻ എന്താ പറയുക, ഒരു ബോക്സ് അവൾക്ക് വെച്ച് കൊടുത്തു. അത് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വളർച്ചയെത്താത്ത ഒരു രൂപമില്ലേ, അങ്ങനത്തെ ഒരു പൂച്ചക്കുഞ്ഞും നമുക്ക് പറയാൻ പറ്റില്ല, വളർച്ച തീരെ ഇല്ലാത്തൊരു അങ്ങനത്തെ ഒരു ഇത്, അങ്ങനത്തെ ഒരു ഇതായിട്ട് അങ്ങനത്തെ ഒരു ഇതിനായിട്ട് അവള് പ്രസവിച്ചത്. പിന്നെ ഞങ്ങൾ അതിനെ കൊണ്ട് ഭയങ്കര സ്മെല്ലൊക്കെ ആയിരുന്നു, അതൊക്കെ കൊണ്ടേ കളഞ്ഞു. ഇവളാണെങ്കിൽ ശ്വാസം കിട്ടാത്ത പോലെ ഇങ്ങനെ ഓടി വരുമ്പോഴൊക്കെ അതിപ്പോൾ ശ്വാസം മുട്ടലൊക്കെ അങ്ങനെയൊക്കെ കിടക്കുന്നത്. പിന്നെ അതിൽ നിന്ന് ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങി എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് പിറ്റേ ദിവസമായിട്ട് ഇവിടെ എത്ര നോക്കിയിട്ട് ഇവിടെ കാണുന്നില്ല. എനിക്കാണെങ്കിൽ സങ്കടം വന്നിട്ട് വരില്ല, എന്ത് പറ്റി അങ്ങനത്തെ. പെട്ടെന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ കുറച്ചങ്ങോട്ട് നീങ്ങി ഇവളിങ്ങനെ കിടക്കുക കേട്ടോ. അപ്പം മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ജീവനോടെ ഉണ്ടെങ്കിൽ എന്തായാലും മഴയത്ത് അങ്ങനെ നനഞ്ഞ് കിടക്കില്ലല്ലോ. പിന്നെ ഞാൻ അടുത്ത് പോയി നോക്കിയപ്പോൾ ഭയങ്കര ബാഡ് സ്മെല്ലും ഒക്കെ ആയിട്ട് ഇവൾ ആകെ ഇതായി ചത്ത് കിടക്കുകയാണ് ഗൈസ്. എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് സങ്കടം വന്നിട്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ടൈമിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്ന ഒരാളാണ് കേട്ടോ. ഇപ്പം ആൾ എൻ്റെ കൂടെ ഇല്ല. പക്ഷെ ഞാൻ അയാളെ വിളിച്ചിട്ട്, അയാളെന്ന് പറഞ്ഞാൽ പെണ്ണാണ് കേട്ടോ, അവളെ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. 1 മണിക്കൂറോളം ഞാൻ അവളെ വിളിച്ചിട്ട് കരഞ്ഞ് എൻ്റെ സങ്കടം. എന്നിട്ടും എനിക്ക് തീരുന്നില്ല. ഞാൻ എവിടെ പോയാലും എനിക്ക് അവളുടെ ആ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നൊരു പൂച്ചനെ വാങ്ങി. ആ കൂട്ടുകാരി തന്നെ എനിക്ക് ആദ്യം നിന്നില്ലേ പൂച്ചനെ, ആ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് തന്നെ വേറൊരു പൂച്ചനെ വാങ്ങി. അപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് ഇറങ്ങി അങ്ങോട്ട് പോയിട്ടോ. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അവിടെയും പട്ടിയുടെ കാര്യം പറഞ്ഞു. പിന്നെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അവിടെയായിട്ട് ഒരു പൂച്ചക്കുഞ്ഞുണ്ടായിരുന്നു. അപ്പം ഞാൻ വളരെയധികം അതുമായിട്ട് അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. പൂച്ച ആരോടും ഇണങ്ങാത്ത പൂച്ചയായിരുന്നു. പക്ഷേ എന്നെ കണ്ട് എന്നോട് ഇണങ്ങി. ഒരു മഞ്ഞ കളറിലെ പൂച്ച കേട്ടോ. വേറൊരു മനുഷ്യരോടും മിണ്ടില്ല. അപ്പുറത്ത് ഞങ്ങളുടെ പാപ്പനുണ്ട്, പാപ്പൻ വളർത്തുന്ന പൂച്ചയായിരുന്നു. പാപ്പനോടും പിന്നെ എന്നോടും അല്ലാതെ വേറെ ആരോടും ആ പൂച്ച അത്ര ഇണക്കമുണ്ടായില്ല. ഞാൻ കുറച്ച് നാളൊക്കെ അങ്ങനെ പോയി, അതിനെ കളിപ്പിച്ചു. അങ്ങനെ പോയി ആ പൂച്ചേനെ പട്ടി കടിച്ചു. പിറ്റേ ദിവസം ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഹസ്ബൻഡ് പറഞ്ഞത് ആ പൂച്ചേനെ പട്ടി കടിച്ചു. അവിടെ കുറേ ക്യാറ്റ്സൊക്കെ വന്നും പോകുകയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ പിന്നെ അതിനൊന്നും മൈൻഡ് ചെയ്യാറുണ്ടായില്ല. പിന്നെ അങ്ങനെ 2020 ആയപ്പോൾ അവിടെ പാപ്പൻ്റെ വീട്ടിൽ ഒരു പൂച്ച പ്രസവിച്ചു. അങ്ങനെ വെള്ള കളറും 2 കളർ കണ്ണുള്ള പൂച്ച, അതായത് നീലയും മഞ്ഞയും 2 കളറുള്ള 2-3 പൂച്ചകൾ ഉണ്ടായിരുന്നു. അതിൽ 2-3 പാപ്പൻ്റെ മോള് വന്നിട്ട് അവിടെ വളർത്താനായിട്ട് ഓടി. ഒരെണ്ണത്തിനെ മാത്രം അവിടെ വെച്ചിട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ പിന്നെ അതിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് വെച്ചാൽ ഇല്ല. പിന്നെ ഓവറായിട്ട് അഡിക്ഷൻ പോലെ ആയിട്ടൊന്നും ഞാൻ പിന്നെ കണ്ടില്ല. അങ്ങനെ അത് വളർന്നു. ഞാനിടയ്ക്ക് കാണുമ്പോഴത്തോടും ഫുഡ് കൊടുക്കും എന്നല്ലാതെ ഓവർ അറ്റാച്ച്മെന്റ് ഞാൻ വെച്ചില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അത് പ്രസവിച്ചു കുറേ. ഇപ്പോൾ വീടിന് ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അവിടെ മൊത്തം പൂച്ചകൾ കൊണ്ട് നിറഞ്ഞു കേട്ടോ. വെള്ള കളറും മഞ്ഞ കളറും കറുപ്പ് കളറും അങ്ങനെ ഇഷ്ടംമാതിരി പൂച്ചകൾ കൊണ്ട് നിറഞ്ഞു. പക്ഷെ ഞാൻ അവിടുത്തെ പൂച്ചകളായിട്ട് ഞാൻ പിന്നെ വലിയ ഇതൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, എനിക്ക് 2020 ആയപ്പോൾ ഞാനൊരു ആദ്യമായിട്ട് ഒരു ലവ് ബേർഡ്സിന്, എനിക്ക് നാടൻ തത്തനെ വേണമെന്നായിരുന്നു കേട്ടോ. പക്ഷെ നാടൻ തത്ത നമ്മുടെ ഇവിടെ ലീഗൽ അല്ലാത്തതുകൊണ്ട് നമ്മുടെ ലവ് ബേർഡ്സില്ലേ അതിന് വാങ്ങിച്ചു. മഞ്ഞ പെണ്ണ് നീല ആണായിരുന്നു കേട്ടോ. പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും അതിൽ ആൺകിളി ചത്തുപോയി. അത് കഴിഞ്ഞാൽ അതിന് പേരായിട്ട് വേറൊരു കിളീനെയും കൊണ്ടുവന്നു. അതും ഇതുപോലെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തലക്ക് കൂടിയിട്ടാണോ എന്താണെന്ന് അറിയാൻ പാടില്ല, അത് ചത്തുപോയി. പിന്നെന്താ, ഞങ്ങൾ വേറെ വീട്ടിലേക്ക് വാടകയ്ക്ക് പോയാലും അവിടെ ചെന്നപ്പോഴേക്കും അവിടുത്തെ ഓണർ ഡെങ്കി വന്നിട്ട് മരിച്ചു പോയിട്ടോ. അപ്പോൾ അവിടുത്തെ ഓണറിൻ്റെ മോളെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, എന്തായാലും കിളീനെ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല,
അവർക്ക് എന്തോ അതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ നല്ല വൃത്തിയിൽ കൂടൊക്കെ ഡെയിലി ക്ലീനാക്കി, വെള്ളമൊക്കെ ഇതൊക്കെ നല്ല ഡെയിലി ക്ലീനാക്കി അങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരുന്ന ചിക്കിളിയാട്ടോ. എപ്പോഴും കയ്യിൽ എടുക്കുകയൊക്കെ ചെയ്യും, കൊത്തൊക്കെ ചെയ്യും, എന്നാലും ഞാൻ എടുക്കുമായിരുന്നു. അതിനെ നല്ല അമ്മയാണ് അതിൻ്റെ പേരിട്ട, ചിങ്കാരി എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചോണ്ടിരുന്നത് വെച്ചത്. ഞാനും ആ പേരിൽ തന്നെയാണ് അവളെ വിളിച്ചോണ്ടിരുന്നത് വെച്ചത്. പക്ഷേ ഈ ഓണത്തെ മോള് നമ്മൾ എന്ത് ചെയ്താൽ സമ്മതിക്കണ്ട, അവിടെ വളർത്താൻ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അമ്മയുടെ ഒരു കൂട്ടുകാരുണ്ട് മിനി എന്ന് പറയുന്നത്, ആ ചേച്ചിയുടെ വീട്ടിൽ ഓൾറെഡി അവർക്ക് ലവ് ബേർഡ്സ് ഉണ്ട്, കിളികൾ ഉണ്ടായിരുന്നു തോന്നുന്നു, ക്യാറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം വേറെ കിളികൾ ഉണ്ടായിരുന്നു തോന്നുന്നു. ഇവളെ അതിൻ്റെ കൂടെ കൊണ്ടുപോയിട്ടു. പിന്നെ ഇവർക്ക് ഒരു പേരായിട്ട് ഒരു ആൺകിളീനെ കൂടി വാങ്ങിച്ചിട്ടു. എന്തോ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ ആ കിളി ഇപ്പോഴും ഉണ്ട്, എൻ്റെ ആ മഞ്ഞക്കിളി ഇപ്പോഴും ഉണ്ട്. പിന്നെ അവള് മുട്ടയിട്ടായിരുന്നു. ഞങ്ങൾ കൂട്ടിൽ കുടം വെച്ച് കൊടുത്തിട്ടൊന്നും മുട്ടയിട്ടിട്ടുണ്ടായില്ല. പക്ഷേ മിനിച്ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ കുടമൊക്കെ വെച്ചെടുത്ത് അവൾ മുട്ടയിട്ട് 2 കുഞ്ഞുങ്ങളുണ്ടായി. ഒരു പച്ചക്കിളി, ഒരു അവളെ പോലെ തന്നെ മഞ്ഞക്കിളി ഉണ്ടായി കേട്ടോ. ഇപ്പോഴും ആ കിളി ആ ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ വാങ്ങിക്കാൻ പോയില്ല, കാരണം നമുക്ക് സ്വന്തമായിട്ട് വീടില്ലാത്തത്, വാടക വീടാണ്. എപ്പോഴും മാറി മാറി നിൽക്കുമ്പോൾ അവർക്ക് അതൊരു എന്താ പറയുക, നമ്മളെ വളർത്താൻ സമ്മതിച്ചൊന്നും വരില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ വാങ്ങിക്കാൻ നിന്നില്ല. എന്തായാലും അവരെയൊക്കെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം, ഫുഡൊക്കെ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കണം. തെന്നിയൊക്കെ ആണെങ്കിലും അവർ വേഗം തീരുന്നതനുസരിച്ച് നമ്മൾ അതിട്ട് കൊടുത്തില്ലെങ്കിൽ അതുങ്ങൾക്ക് വിശപ്പായിട്ട്. കാരണം നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്കൊക്കെ പോകുമ്പോഴും വീട്ടിൽ ആരും ഇല്ലെങ്കിൽ ഭയങ്കര പാടല്ലേ. അതാ. പിന്നെ 2022 അമ്മ ഒരു ക്യാറ്റിനെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ, പമ്പിൽ നിന്ന്. അമ്മ പറയുന്ന പമ്പിലാണ്, അവിടെ നിന്ന് ഒരു ക്യാറ്റിനെ കൊണ്ടുവന്നായിരുന്നു. ഒരു വെള്ളയും പിന്നെ ആഷ് കളർ, അങ്ങനത്തെ ഒരു, എൻ്റെ നേരത്തെ 2 ചത്തുപോയ മിന്നമില്ല അതേപോലത്തെയൊക്കെ പൂച്ചയാട്ടോ. ഞാൻ പറ്റുമെങ്കിൽ വീഡിയോ ഉൾപ്പെടുത്താം കേട്ടോ, എൻ്റെ മറ്റു ലവ് ബേർഡ്സിൻ്റെയും. പിന്നെ ഈ ലാസ്റ്റ് പറഞ്ഞ എൻ്റെ പൂച്ചയുടെ കുറിഞ്ഞി എന്നായിരുന്നു, അവളെ ഞാൻ പേരിട്ടോ, കുറിഞ്ഞി എന്നാണ് പേരിട്ടത്. അപ്പോൾ അവൾക്കാണെങ്കിൽ മീനിട്ടാൽ അതൊന്നും കഴിക്കില്ലായിരുന്നു, ക്യാറ്റ് ഫുഡ് തന്നെയായിരുന്നു മേടിച്ചുകൊണ്ടെന്ന് വെച്ചത്. അമ്മയാണെങ്കിൽ എപ്പോഴും അവൾക്ക് ക്യാറ്റ് ഫുഡ് മേടിച്ചു കൊടുക്കും. അപ്പോൾ എന്താ പറയുക, ഞാൻ അത് ക്യാറ്റ് ഫുഡിൻ്റെ കവർ അതായത് അവളുടെ പാത്രം തുറക്കണ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അവൾ ഓടി വരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡ് അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ എന്നെ വന്ന് വിളിക്കും. ഭയങ്കര ബുദ്ധിയായിരുന്നു കേട്ടോ, ഭയങ്കര ബുദ്ധിയുള്ള പൂച്ചയായിരുന്നു. പിന്നെ എൻ്റെ അമ്മേനാണെങ്കിൽ രാവിലെ അലാറം അടിക്കുമല്ലോ ഫോണിൽ. അപ്പോൾ ഇവള് ഞങ്ങളുടെ ഒപ്പം എൻ്റെ അമ്മയുടെ ഒപ്പം വന്ന് കിടക്കുമായിരിക്കും. അപ്പോൾ അലാറം അടിക്കുമ്പോൾ ഇവളെന്ത് ചെയ്യും, അമ്മ എണീറ്റില്ലെങ്കിൽ അമ്മേനെ വന്നിട്ട് മുഖത്തിട്ട് ഒരടി ഇങ്ങനെ വെച്ചെടുക്കും. എന്നിട്ട് ഇവർക്ക് ആ സമയം ഇവർക്ക് വിശക്കും. അപ്പം അമ്മ വന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ വന്ന് വിളിക്കും. അപ്പം ഞാൻ പോയിട്ട് ഫുഡ് ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഒരു മനുഷ്യരെ വേറെ പുറത്തുനിന്ന് ഒരു മനുഷ്യൻ്റെ സൗണ്ട് കേട്ടാൽ അവൾ ഓടി പോയി ഒളിക്കും. ഫ്രിഡ്ജിൻ്റെ അടിയിൽ അല്ലെങ്കിൽ അടുക്കളയിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് മൂലക്ക് പോയിട്ട് ഒളിച്ചിരിക്കും കേട്ടോ. ആരെ കണ്ടാലും, ഞങ്ങളല്ലാതെ വേറെ ആരെ കണ്ടാലും അവൾക്ക് മനസ്സിലാവും. പിന്നെ അവളാണെങ്കിൽ അമ്മ വന്ന ടൈം ആകുമ്പോഴേക്കും അമ്മയുടെ കാലിൽ അവിടെ വന്നിട്ട് കിടക്കും കേട്ടോ. പുന്നാരിക്കലാണ്. അങ്ങനെ അമ്മേനെ ഭയങ്കര പുന്നാരമായിട്ട് എൻ്റെ അടുത്ത് എപ്പോഴും കടിയും മാന്തലൊക്കെ. ഞാൻ ഫുഡ് കൂടുതൽ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിലും എന്നെ എനിക്ക് കൂടുതൽ മാന്തലും കടിയും. അമ്മേനെ പോയിട്ട് ഭയങ്കര സ്നേഹവും നോക്കലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എന്തോ അവളൊരു പുറത്തേക്കൊന്നും അങ്ങനെ പോകാറുണ്ടല്ലോ, പേടിത്തൊണ്ടി ആയിരുന്നു. പിന്നെ ഒരു കറുത്ത ക്യാറ്റൊക്കെ ആയിട്ട് കൂട്ടായി എപ്പോഴും പുറത്തേക്കൊക്കെ പോകാറ്. പിന്നെ ആ ഒരു ടൈമിലാണ് എൻ്റെ 2023 എൻ്റെ ഡെലിവറി, മാർച്ചിൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞു. പിന്നെ അമ്മ പറഞ്ഞത് പൂച്ചേനെ അത് കടുപ്പിക്കേണ്ട, കൊച്ചിൻ്റെ വയറ്റിൽ രോഗം പോകും. അങ്ങനെ അമ്മ അവളോട് തികച്ചും അവോയ്ഡ് ചെയ്തു, ഫുഡൊന്നും ഇട്ട് കൊടുക്കില്ല. പിന്നെ ഞാൻ തന്നെയായിരുന്നു ഫുഡ് കൊടുക്കുന്നത്. പിന്നെ കുറേ നാളായിരുന്നപ്പോൾ അവളെ കാണാണ്ടായിട്ടോ. നമ്മളെപ്പോലെ അവർക്കും ആ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. കാരണം എൻ്റെ പീലുമോളുടെ അടുത്ത് എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് അവൾ വന്ന് കിടക്കും കേട്ടോ. അപ്പോൾ ഞാനുള്ളപ്പോൾ ഓടിക്കില്ല, അരികിൽ വന്ന് അവളിങ്ങനെ കിടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്താ പറയുക, എൻ്റെ അമ്മയാണെങ്കിൽ പിന്നെ അവളെ കൂടുതൽ മൈൻഡാക്കാതെ ആയി, ഫുഡ് എടുക്കാതെ അങ്ങനെയൊക്കെ. പിന്നെ അവൾക്കത് ഹേർട്ടായി തോന്നുന്നു. പിന്നീട് ഒരു ദിവസം നോക്കിയപ്പോൾ അവളെ കാണുന്നില്ല, പിന്നീട് വന്നൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ആ വീട് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ എനിക്ക് എന്താ പറയുക, ക്യാറ്റോ ഡോഗോ ലവ് ബേർഡ്സോ ഒന്നുമില്ല കേട്ടോ.
കാരണം ഞാനിപ്പോൾ ലൈഫിൽ നിന്നൊരു പഠിച്ച കാര്യം, നമ്മൾ അവരായിട്ട് അറ്റാച്ച്ഡ് ആകുമ്പോൾ നമുക്കത് ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴായാലും അവർ നമ്മൾ വിട്ട് പോകും. ഒരിക്കൽ ഒന്നില്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകും, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഭൂമിയിൽ തന്നെ പോകും. പക്ഷെ നമ്മളപ്പോൾ അവരോട് അറ്റാച്ച്മെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കതൊട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഈ പെറ്റ്സിനെയൊക്കെ വാങ്ങി വളർത്തി നമ്മൾ അത്ര ഇതാക്കി ഡെയിലി നോക്കി ഫുഡൊക്കെ കൊടുത്ത് ഇതാക്കി പെട്ടെന്ന് ഒരു ദിവസം അത് നഷ്ടമാകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം പിന്നെ പൂച്ചയോ പട്ടിയോ അങ്ങനെയൊന്നും വളർത്താനായിട്ട് അങ്ങനെ ആ ഒരു ഇതുണ്ടായില്ല. ഇപ്പോൾ എനിക്ക് അങ്ങനെ ആ ഒരു ഇതുണ്ടായില്ല. പക്ഷേ ഇപ്പം എനിക്ക് കുറച്ച് നാളായിട്ട് പട്ടീനെ വാങ്ങണം, അല്ലെങ്കിൽ പൂച്ചനല്ല പട്ടീനെ വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞതാണ്. ഹസ്ബൻഡ് അപ്പോൾ പറഞ്ഞു നോക്കട്ടെ, നാടൻ പട്ടി ഉണ്ടെങ്കിൽ കോസ്റ്റ്ലി പൈസ കൊടുത്ത് വാങ്ങിച്ചു തരില്ല, നാടൻ പട്ടി ഉണ്ടെങ്കിൽ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പട്ടീനെ, എൻ്റെ പിള്ളേർക്കാണെങ്കിലും ഇപ്പോൾ പട്ടീനെ പൂച്ചനെ എന്നെപ്പോലെ തന്നെയാണ്, പട്ടീനെ പൂച്ചകളെ ഭയങ്കര ഇഷ്ടമുള്ളവർ തന്നെയാണ്. അപ്പോൾ അവർക്കൊരു പട്ടിക്കുഞ്ഞിനെ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ഞാനൊരു പ്ലാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയും, ഏത് പെറ്റ്സിനെ വാങ്ങിയാലാണ് കുട്ടികൾക്ക് കൂടുതൽ ഇണങ്ങുക, അത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എൻ്റെ അടുത്ത് പറയും കേട്ടോ. കാരണം എനിക്ക് അങ്ങനത്തെ പെറ്റ്സിനെ നോക്കി വാങ്ങിക്കൊടുക്കാമല്ലോ കുട്ടികൾക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഭയങ്കര ഇത്ര ലെങ്ത് ആവുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങളെന്താ വീഡിയോ കാണാൻ, നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ടാക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാം കേട്ടോ, കമൻ്റായിട്ട് പറയാം. നിങ്ങളുടെ കമൻ്റാണ് എനിക്ക് പ്രചോദനമാവുന്നത്. നിങ്ങളുടെ ഓരോ കമൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെക്കുറിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്ന് എന്നെ തുറന്ന് പറയാം. ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നും പറയാം. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.